നമസ്കാരം. പാലക്കാട് ഇളകിമറിയുകയാണ്. തീർച്ചയായും വൻ വിജയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ തോറ്റിരുന്നെങ്കിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് ഷാഫി പറമ്പിലിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ വലിയ പ്രശ്നമുണ്ടായത്. ഇപ്പോഴിതാ അവർ വിജയം ആഘോഷിക്കുകയാണ്. തെരുവ് മുഴുവൻ ജനം കൂടിയിരിക്കുന്നു. UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും അവർക്കുണ്ടായിട്ടുള്ള വിജയത്തിന് ആസ്പദമായ ഓരോ കാര്യങ്ങളും അവർ നേരിട്ട രീതികൾ. ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ സരീനായിരുന്നു. സരീൻ വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ്സിൽ കുറേ പൊട്ടിത്തെറി ഉണ്ടായി. അതിന് ശേഷമാണ് നമ്മുടെ ട്രോളി വിവാദം വന്നത്. ട്രോളി വിവാദം വന്നപ്പോൾ യഥാർത്ഥത്തിൽ പണം കൊണ്ടുവച്ച് ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ നിന്ന് പിടിപ്പിച്ച് അത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി തന്നെ തകരുമായിരുന്നു, അല്ലെങ്കിൽ വിജയം തോറ്റുപോകുമായിരുന്നു. എന്നാൽ അത് കൃത്യസമയത്ത് VD സതീഷിന് ഇൻഫർമേഷൻ കിട്ടുകയും ആ പണം അവിടെ നിന്ന് മാറ്റുകയും അവസാനം ലുട്ടാപ്പി റഹീമും വസീഫും അതേപോലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷും എല്ലാം കൂടി അതൊരു ആഘോഷമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് എവിടെയും എത്താതെ പോയി. അതാണ് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒന്നിക്കാൻ കാരണം. പിന്നെ സന്ദീപ് വാര്യർ ഒന്നോട് കൂടിയിട്ട് ഇളകി മറിഞ്ഞു പാലക്കാട്. ഇപ്പോഴിതാ വിജയാഹ്ലാദം തുടരുമ്പോൾ ഇവരെ ഒരുമിച്ച് ഒരേ ജീപ്പിൽ മുന്നിൽ നയിക്കുകയാണ്. ആ കറുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഓരോരുത്തരും സിനിമ സ്റ്റൈലിൽ, ചിലപ്പോൾ MGR സ്റ്റൈലിലൊക്കെയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ പെരുമാറുന്നത്. കൈ ഉയർത്തി കാലുയർത്തി ഡാൻസ് കളിച്ച് നമ്മുടെ ശ്രീകണ്ഠൻ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ വിജയാഹ്ലാദത്തിൻ്റെ പരമോന്നതത്തിൽ കൊടിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടാവുന്നത്. നമുക്ക് നേരിട്ട് കാണാം.